ചെട്ടിയാരേകത്ത് പാലം നമുക്കെല്ലാം അറിയാം. കല്ലടയാറിന് കുറുകെ നിരവധി പാലങ്ങളുണ്ട്. അതുപോലെ വീണ്ടും ഒരു പുതിയ പാലം കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ആ പാലം കൊല്ലം ജില്ലയിൽ നിന്നും കയറി പത്തനംതിട്ട ജില്ലയിലേക്ക് കയറുമ്പോൾ നാടിന് നാണക്കേടാകുന്ന രീതിയിൽ വളരെ മനോഹരമായ കുളമാക്കിയിട്ടിരിക്കുന്ന, കുളം എന്ന് പറഞ്ഞാൽ പോരാ, മനുഷ്യൻ അതിനകത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെളിക്കുളമായിരിക്കുന്ന മണ്ണടി പുതിയ ദേശത്തുന്ന സമയത്തുള്ള വഴിയാണ് കേട്ടോ. 200 മീറ്റർ മാത്രമുള്ള ഈ വഴി ഒരു പഞ്ചായത്ത് മെമ്പറോ MLA യോ MP യോ ഒക്കെ വിചാരിച്ചാൽ മതി, നാട്ടുകാരോ ക്ലബ്ബുകാരോ ഒക്കെ വിചാരിച്ചാൽ നമുക്ക് ആ റോഡിൽ കുഴികൾ കേൾക്കാൻ പറ്റും. ഇത്രയും നല്ലൊരു പാലം പണിഞ്ഞിട്ട്, വളരെ കൊട്ടിക്കൊഴിച്ച് പാലവും പണിഞ്ഞ് ബസ് സർവീസൊക്കെ ഉണ്ടാക്കിയിട്ട് ബസ് ഇപ്പോൾ ഇല്ല. ആളുകൾക്ക് മനസമാനം നടന്നു പോകാനെങ്കിലും ആ റോഡിൽ ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ വളരെ ഉപകാരമാണ് കേട്ടോ. ആരൊക്കെ കേസ് കൊടുത്തതാണ് എന്നൊക്കെ നമുക്ക് സമ്മതിച്ചു. കേസിൻ്റെ ഭാഗത്തുള്ള വസ്തു നമുക്ക് തൊടണ്ട. നമുക്കിപ്പോൾ നിലവിലുള്ള റോഡ് അത് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ ടാർ ചെയ്ത് സുഗമമാക്കി കഴിഞ്ഞാൽ ജനങ്ങളെങ്കിലും മര്യാദയ്ക്ക് പോകത്തില്ലേ? ടാക്സ് അടച്ച് റോഡിൽ കൂടെ നടുവോടിയുന്ന രീതിയിൽ വാഹനങ്ങൾക്ക് പണിയും കേടുപാടും വരുന്ന രീതിയിലുള്ള ഇത്തരം റോഡുകൾ നിർത്തി നമുക്ക് നല്ല റോഡുകൾ നൽകി ദയവ് ചെയ്തൊന്ന് സഹകരിക്കുക. 200 മീറ്റർ മാത്രം ഉള്ള ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ വേണ്ടി നാട്ടുകാരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് കഷ്ടമാണെന്നറിയാവോ? നമ്മൾ അതിനകത്ത് ടൗണിൽ നിന്ന് കയറാം, എളുപ്പം നമുക്ക് കുളക്കട കയറാം, പുത്തൂർ പോകാം, കൊട്ടാരക്കര പോകാം. അതുപോലെ ആ റോഡ് വന്ന് മണ്ണടി റോഡിലേക്ക്, അതിനകത്ത് കടമനാട് റോഡിലേക്ക് വന്ന് ഇറങ്ങുന്ന ഭാഗത്തും ഒരു മിറർ വെക്കുകയോ അല്ലെങ്കിൽ സൈൻ ബോർഡുകൾ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നേരെ വന്ന് റോഡിൽ വന്ന് ഇറങ്ങും. ആ പാവം പെടുന്ന ചേച്ചിയുടെ ആണ് കേട്ടിട്ടുണ്ടോ അവിടുത്തെ? അവിടെയൊക്കെ വന്ന് ഇറങ്ങി ആൾക്കാർ അറിയാൻ വയ്യാതെ ഒരാൾ വന്ന് കഴിഞ്ഞാൽ റോഡ് കുഴിയായി കിടക്കുന്നത് വളരെ ഉപകാരമാണ് കേട്ടോ. കാരണം പെട്ടെന്ന് റോഡ് ചാടത്തില്ല. എങ്കിൽ തന്നെ അവിടെ നമുക്ക് അതിനകത്ത് കടമാട് വരുന്നവർക്ക്, കടമാട് വരുന്നവർക്ക് സൈൻ ബോർഡോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ ലാബുകാരുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെന്നല്ലാതെ മറ്റു യാതൊരു കാര്യങ്ങളും ഇല്ല. അതുകൊണ്ട് ദയവായി ഒന്ന് ശ്രദ്ധിക്കുക.